ഞാൻ അശ്വതി, a first time mom to a beautiful little girl, and we live in Australia. Very first YouTube video ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഈ ഐഡിയ എനിക്കിത് ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ ഐ ആം 9 months പോസ്റ്റ്പാർട്ടം ഓൾറെഡി. എനിക്കൊരു ബേബി ഉണ്ട്. ഞാൻ അധികമായിട്ടില്ല ഈ ഒരു ജേർണി കഴിഞ്ഞിങ്ങ് പോന്നിട്ട്. അപ്പം ഐ എം സ്റ്റിൽ യൂസിങ് ഇതിലെ കുറേ സാധനങ്ങൾ. അപ്പം ഞാൻ കരുതി, പിന്നെ എൻ്റെ സിസ്റ്ററിൽ ഇപ്പോൾ കറൻ്റ്ലി പ്രഗ്നൻ്റ് ആണ്. എന്നിട്ട് ഷീസ് 35 weeks. എന്നിട്ട് എപ്പോഴും എന്നെ വിളിച്ചിട്ട് എടി ഇതെന്തോരം വേണം, ഇത് എത്ര എണ്ണം വേണം, ഞാൻ ഇത് യൂസ് ചെയ്യണോ, ഏതാ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒത്തിരി പേർക്ക് അങ്ങനെ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പം ലെറ്റ്സ് ഡു ദിസ് വീഡിയോ ടുഗെദർ. ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ബ്രാസ് ഞാൻ യൂസ് ചെയ്തത് ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടണ Kmartലെ ഒരു ബ്രായാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു ബ്രാസ് എവിടെന്നാ യൂസ് ചെയ്യണ്ടേ, ഐ മീൻ മേടിക്കണ്ടേ, എങ്ങനത്തെ യൂസ് ചെയ്യേണ്ടേ ഒന്നും. അപ്പൊ ഞാൻ റാൻഡംലി പ്രഗ്നൻസി സമയത്ത് എന്റെ ബ്രസ്റ്റ് സൈസ് കൂടിയപ്പോഴേക്കും ഒബിയസ്ലി ഞാൻ യൂസ് ചെയ്യണത് എനിക്ക് ഫിറ്റ് ആയില്ല. അപ്പൊ ഞാൻ റാൻഡംലി പോയിട്ട് Kmartൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാന്ന് പറഞ്ഞ് മേടിച്ചത്. പക്ഷെ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യണത്. പാഡഡ് ബ്രായാണ്. എന്നിട്ട് വയറൊന്നുമില്ല ഇങ്ങനെ. എന്നിട്ട് ഇതിൽ ക്ലിപ്പാണ്. അപ്പൊ ഈ ക്ലിപ്പ് ഇങ്ങനെ ഊരിയിട്ട് നമുക്കിത് താത്തി ഫീഡ് ചെയ്യാം. എന്നിട്ട് ക്ലിപ്പ് ഗോസ് ബാക്ക് ഓൺ. അപ്പൊ ഇങ്ങനെ മനസ്സിലായോ? ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ ക്ലിപ്പ് അഴിച്ചിട്ട് ഫീഡ് ചെയ്യും. എന്നിട്ട് ക്ലിപ്പ് ഓൺ ചെയ്ത് വെക്കും. ഇതിന്റെ ഒരു യൂസ് എന്താ വെച്ചാൽ ഇത് പാഡഡ് ആണ്. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പം നമ്മൾ ഒത്തിരി ലീക്കാവും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീഡ് ചെയ്യുമ്പോൾ ഇവിടെ ലീക്കാവും, ഇവിടെ ഫീഡ് ചെയ്യുമ്പോൾ ഇവിടെ ലീക്കാകും. എപ്പോഴും നമുക്ക് നഴ്സിംഗ് പാഡ്സിനൊക്കെ പാഡ് കിട്ടും. അത് ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇത് നഴ്സിംഗ് പാഡ്സ് ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ 9 months പോസ്റ്റ്പാർട്ടം, ഈ 9 monthsോളം ഞാൻ ഈ പാഡ് മേടിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റും? എനിക്ക് പറ്റത്തില്ല. ഇനീഷ്യലി ഞാൻ യൂസ് ചെയ്ത് ഒത്തിരി പോയിരുന്നു, ഒത്തിരി ഇങ്ങനെ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തു. കാരണം എനിക്ക് അപ്പൊ ഈ ബ്രായി മാറ്റാൻ പറ്റത്തില്ല, ബ്രായി നനഞ്ഞിരിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തു. ഇത് എന്താ വെച്ചാ ഇതിങ്ങനെ നമ്മള് ബ്രായിന്റെ ഉള്ളിൽ ഒട്ടിക്കും. വെറുതെ നമ്മുടെ പാഡൊക്കെ പോലെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് ഊരിയിട്ട് ബ്രായിൽ രണ്ടിടത്ത് ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ വെയർ ചെയ്യും. അപ്പം ഈ സ്പഞ്ച് ഭാഗം നമ്മുടെ സ്പഞ്ചല്ല, ഈ സാധനം നമ്മുടെ നിപ്പിളിന്റെ അവിടെ പോകും. പക്ഷെ ഇത് നമുക്ക് കൺസിസ്റ്റന്റ്ലി യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്ക് പറ്റൂല. ഞാനിതിങ്ങനെ ഇട്ടിട്ട് ഇത് ഊരുമ്പോഴേക്കും ഇത് റോൾ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വീണ്ടും അടുത്തുകൊണ്ടിരിക്കണം. അത് ഭയങ്കര മെസ്സായിരുന്നു എനിക്ക്. ഞാനപ്പം ഇതെനിക്ക് ഒത്തിരി ഇവിടെ ബാക്കി ഇരിപ്പുണ്ട്, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇല്ല, എന്റെ മെസ്സാവത്തില്ല, എന്റെ വേറെ തരം ബ്രായാണ്, അതങ്ങനെ ഇരുന്നോളുന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് യൂസ് ആയില്ല, എനിക്ക് വർക്ക് ആയില്ല ഇത്. ഞാനപ്പൊ പിന്നെ എന്താ ചെയ്തേ വെച്ചാ ഹാക്ക ബ്രാൻഡാ തോന്നുന്നു. ഹാക്ക ബ്രാൻഡിന്റെ ബ്രസ്റ്റ് മിൽക്ക് കളക്ടർ ആണിത്. ഇതെന്താന്ന് വെച്ചാ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ, കാണാവോ നിങ്ങക്ക്, ചെറിയ ക്ലിപ്പ് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ നിപ്പിളിലോട്ട് പോകും. ഇവിടെ ഈ ഹോള് അപ്പൊ ഇവിടെയാണ് ഞാൻ ബേബിനെ ഫീഡ് ചെയ്യണമെങ്കിൽ ഈ ഹോളുള്ള ഭാഗം ഈ നിപ്പിളിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ സക്ഷൻ കൊടുത്ത് ഇത് വെക്കണേ. ഇതും പിൻ ചെയ്യണേ. ഇതും ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കോ നമ്മൾ. ഓക്കെ, ഇതും പിൻ ചെയ്ത് വെച്ചിട്ട് ഈ ഹോളുള്ള ഭാഗം നിപ്പിളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കംപ്രഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ബ്രാ ഇതിന്റെ മേളിൽ ഇങ്ങനെ ബ്രാ ഇടുക. ഓക്കെ, ബ്രാ ഓൾറെഡി ഉണ്ടാവും. നമ്മൾ ക്ലിപ്പ് ഊരി ഈ സാധനം ഇങ്ങനെ അമർത്തി വെച്ച് ബ്രാ ക്ലിപ്പ് ഓൺ ചെയ്തിട്ട് ഇപ്പുറത്ത് ബേബിനെ ഫീഡ് ചെയ്യുക. ഈ ഫീഡിങ് കഴിയുമ്പോൾ നമ്മൾ ലീക്കാണ് മിൽക്ക് ഇതിൽ കളക്ട് ചെയ്ത് കിട്ടും. ലീക്കായി പോകത്തില്ല. കാരണം ഇനീഷ്യൽ സമയത്ത് നമുക്ക് ആ മറ്റ് കൊളസ്ട്രോൾ കൂടുതലുള്ള മിൽക്ക് കിട്ടും. എന്നിട്ട് അത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ സമയത്തൊക്കെ എന്താ പറയാ, നോർമൽ ഡെലിവറി ആണെങ്കിൽ അപ് ടു 2-3 days എടുക്കും മിൽക്ക് കിക്കിൻ ചെയ്യാനായിട്ട്. സി സെക്ഷൻ ആണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. അപ്പൊ നമ്മൾ എന്തിനാ മിൽക്കൊക്കെ വേസ്റ്റ് ചെയ്യണം? ഞാൻ വേസ്റ്റ് ചെയ്തില്ല. കൊളസ്ട്രോൾ ഭയങ്കര നല്ല മിൽക്കാണ്, ഭയങ്കര പ്രോട്ടീനും എല്ലാം കൊച്ചിനെല്ലാം ഉള്ള ഒരു സാധനമാണ്. അപ്പം അത് ഞാൻ ഇതിൽ കളക്ട് ചെയ്തിട്ട് ഈ കുഞ്ഞു സാധനം ഇവിടെ ഇങ്ങനെ തുറക്കാം. ഇതിങ്ങനെ തുറന്നിട്ട് ഈ ഭാഗം കൊണ്ട് ഒഴിച്ചാൽ പോകും. ഇവിടെ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ തുറന്നിട്ട് ഹോൾ ഇല്ലാത്ത ഭാഗം ചരിച്ച് നമുക്ക് നമ്മുടെ ബോട്ടിലോട്ട് ഒഴിച്ചു വെക്കാം. ബ്രസ്റ്റ് മിൽക്ക് ഓവർ സപ്ലൈ ഉള്ളവരുണ്ടാകും. ഓവർ സപ്ലൈ ഉള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി കെയർഫുൾ ആയിരിക്കും. കാരണം ഇവിടെ ബേബിക്ക് പാല് കൊടുക്കുമ്പം നമ്മൾ ഇതിങ്ങനെ
ആ ഒരു ചെറിയ സക്ഷൻ കൊടുത്തിട്ടാണ് വെക്കണമെങ്കിൽ നമുക്ക് ആ സക്ഷൻ കിട്ടുവാണ്. അപ്പം ഇവിടുന്ന് നോർമൽ ലീക്കിനേക്കാളും കുറച്ചും കൂടി പാല് അതിന്ന് സക്ക് ചെയ്ത് വരും. ഈ ഹാൻഡ് എക്സ്പ്രസ് ചെയ്യണൊക്കെ പോലെ നമ്മൾ ഹാൻഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ വരില്ലേ, അതുപോലെ നമ്മൾ ആ ഒരു സക്ഷൻ കൊടുക്കുമ്പോഴേക്കും ഒരു ഇത്തിരി കൂടുതൽ അവിടെ നിന്ന് വരും. അപ്പം ഓവർ സപ്ലൈ ഉള്ളവർ സക്ക് ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ബ്രായിൻ്റെ ടൈറ്റ്നെസ്സിൽ അതിങ്ങനെ അവിടെ ഇരുന്നോളും, സക്ക് ചെയ്യണ്ട. പക്ഷെ ഓവർ സപ്ലൈ ഇല്ല, ചെറിയ ലീക്ക് മാത്രമുള്ളവർ സക്ക് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. പിന്നെ ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോഴും ഈ ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ളവർക്ക് സക്ക് ചെയ്ത് വെക്കണത് നല്ലതാണ്. ഇപ്പൊ ഈ ലീക്ക് ചെയ്തില്ലെങ്കിലും സക്ക് ചെയ്ത് വെച്ചാൽ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു അത് അപ്പൊ ആ സക്ഷൻ കാര്യമല്ലേ, അപ്പൊ ബ്രെയിനും ഇതൊക്കെ കൂടി കണക്റ്റഡ് ആണല്ലോ. അപ്പൊ അവർ ബ്രെയിൻ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, ഇത്രയും കൂടി പാല് വേണം, അവിടെ ആരോ വലിക്കണമെന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത്തിരി നമ്മുടെ പ്രൊഡക്ഷനും കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ബൈ. ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഹാക്ക ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തത്. അവിടെ ആമസോണിലോ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും, എനിക്ക് അറിയത്തില്ല നാട്ടിൽ ഏതൊക്കെ ബ്രാൻഡാണ് ഉള്ളതെന്ന്. ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ റിസർച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നാട്ടിൽ ഇവിടെയും വെച്ചിട്ട്. എനിക്ക് യൂസ്ഫുൾ ആയത് മാത്രം ഞാൻ പറയണേ. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് ബ്രസ്റ്റ് മിൽക്ക് കളക്ടർ. അത് വെച്ചിട്ട് ആമസോണിലോ എവിടെയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഇസ് എ വെരി ഗുഡ് ബൈ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം മേടിച്ചു വെക്കും. അപ്പൊ ഇപ്പം നിങ്ങൾ വർക്കിംഗ് ലേഡീസ് ഉണ്ടാകും, അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഇതെന്താ വെച്ചാൽ, സോറി ഞാൻ വിൽക്കുന്നതിന് മുമ്പ് കാണിക്കണമായിരുന്നു. ഇതെന്താ വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ്. അപ്പം ഇതിങ്ങനെ മേടിച്ചു വെച്ചാൽ, അയ്യോ ഞാൻ ഫുള്ള് മെസ്സ് തന്നെ. ഞാൻ ഇത്തിരി നെർവസ് ആണ് വീഡിയോ എടുക്കാൻ വേണ്ടി, ചിലപ്പോൾ അതായിരിക്കണം. എത്ര മെസ്സില്ല. എന്നിട്ട് ഇതെങ്ങനെയാ വെച്ചാ ഇതിങ്ങനെ ടയർ ചെയ്യാം. ഓക്കെ, രണ്ട് ഡബിൾ സീൽഡ് ആണിത്, 1 2 രണ്ടെണ്ണം ഉണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മിൽക്ക് ഒഴിച്ചു വെച്ചിട്ട് ഇത് സീൽ ചെയ്ത് വെച്ച് നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഒത്തിരി നാള് ഫ്രീസറിൽ ഇത് ഇരുന്നോളൂ. നിങ്ങൾക്ക് കൊച്ചിനെ അതൊന്ന് കൊടുക്കണമെങ്കിൽ അതെടുത്ത് മൈക്രോവേവ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ വോം വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടാറ്റി ചെയ്ത് കൊച്ചിന് കൊടുക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ഇല്ല, അത് കൊടുത്തില്ല എന്നാണെങ്കിൽ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മിൽക്ക് എന്തായാലും യൂസ് വരും. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ അവോക്കാഡോ ആണ് കൊടുക്കണമെങ്കിൽ അവോക്കാഡോ മാഷ് ചെയ്തിട്ട് ഇത്തിരി ബ്രസ്റ്റ് മിൽക്ക് ഇടണമെങ്കിൽ ആ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതൊന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഒരു നല്ല ഗുഡ് ബൈ ആണ്. എന്നിട്ട് ഇതില് ഓൾസോ നെയിം, ഡേറ്റ് ആൻഡ് വോളിയം എഴുതി വെക്കാൻ പറ്റും ഇവിടെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്റെ ഫ്രിഡ്ജിൽ പോയിട്ട് എടുക്കട്ടെ. കിട്ടി ഗൈസ്, കിട്ടി. ഓക്കെ, ഇതാണ്. ആൻഡ് ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു 150 ml ഉണ്ട്. എന്നിട്ട് ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 16, 120, 26, 140 ml. ഇത് തിരിച്ചും കൊണ്ട് വെക്കണം എനിക്ക്. അപ്പം ഇതും യൂസ്ഫുൾ ആണ്. പെരി ബോട്ടിൽ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചത് യൂസ് ചെയ്തില്ല, പക്ഷെ ഐ സ്ട്രോങ്ലി ബിലീവ് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന്. ഇതെനിക്ക് യൂസ് ചെയ്യേണ്ടാത്ത കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ C-section ആയിരുന്നു, ഞാൻ എമർജൻസി C-section ആയിരുന്നു. അപ്പൊ ഞാൻ പ്രിപ്പയർഡ് എവറിത്തിങ് ഫോർ നോർമൽ ഡെലിവറി. ഞാൻ 14 മണിക്കൂർ ലേബറിന് പോയിട്ട് എമർജൻസി C-section ചെയ്ത ഒരാളാണ്. അപ്പം ഇതൊന്നും എനിക്ക് യൂസ് വന്നിട്ടില്ല. ഇതൊക്കെ സ്റ്റിൽ ഫ്രഷ് ആണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ യൂസ് എന്താ വെച്ചാൽ, നമ്മള് വോം വാട്ടർ ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ കുനിച്ചു നിർത്തിയിട്ട് ചൂടുവെള്ളം കോരി ഒഴിക്കുമായിരുന്നു അവിടെ എന്നൊക്കെ. എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റണില്ല. പക്ഷെ യെസ്, ഇതില് നമ്മൾ വോം വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ നമ്മുടെ അവിടെ സ്പ്രേ ചെയ്യാം. അത് വെജൈനൽ ബർത്തിനാണ് ഇത് യൂസ്ഫുൾ, നോട്ട് ഫോർ C-section. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ദിസ് ഇസ് എ ഗുഡ് ബൈ. നിങ്ങളുടെ ലിസ്റ്റിൽ ഇതും എഴുതിക്കോ. ദിസ് ഇസ് ഡൺ. ഇനി അടുത്തത് എന്താ വെച്ചാ, ഒരു ഹൈ വേസ്റ്റ് ബ്ലാക്ക് അണ്ടർവെയർസ് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞ വൃത്തിയുടെ കാര്യം. ബാക്കി ഏത് കളറാണെങ്കിലും നമ്മുടെ ബ്ലഡ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഭയങ്കര മെസ്സായിട്ട് തോന്നും. നമ്മള് എന്താ ഇതെന്ന് തോന്നും. ബ്ലാക്ക് അണ്ടർവെയർസ് നമുക്ക് കളറൊന്നും കാണത്തില്ല. അപ്പൊ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരേ കളറുള്ള അണ്ടർവെയർ യൂസ് ചെയ്യണതിന് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം
ബ്ലാക്ക് അണ്ടർവേസ്റ്റ് ആൻഡ് ഹൈ വേസ്റ്റ്. അത് നമ്മുടെ ഒരു ബെല്ലി ബട്ടന്റെ അവിടെ വരെയും ഉള്ള ഹൈ വേസ്റ്റ് അണ്ടർവേസ്റ്റ് യൂസ് ചെയ്ത അയ്യോ ലൈഫ് ചേഞ്ചർ ആണ്. ഭയങ്കര ഭയങ്കര നല്ലതാ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അത് തന്നെയായിരുന്നു, ഇപ്പോഴും ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഒരു ഇത്തിരി ഒതുങ്ങിനെ ഇങ്ങനെ നമുക്കൊരു കൺട്രോൾ ഉള്ള പോലെ തോന്നും നമ്മുടെ ബെല്ലി. എല്ലാരും ചോദിക്കാറുണ്ട് എന്താ പറയാ, ഡിസ്പോസിബിൾ നാപ്പീസ് ആണോ നല്ലത്, ഡിസ്പോസിബിൾ അണ്ടർവെയർസ് ആണോ നല്ലത്, അതോ പാഡ്സ് ആണോ നല്ലത്, ഏതാ യൂസ് ചെയ്യണ്ടേ? അപ്പം ഇത് ഡിസ്പോസിബിൾ അണ്ടർവെയർസ് ആൻഡ് മെറ്റേണിറ്റി പാഡ്സ്. അപ്പൊ ഇത് ഇത്തിരി കൂടി റെഗുലർ പാഡ്സിനെക്കാളും കുറച്ചും കൂടി എന്താ പറയാ വലുതാണ്. ഞാൻ ഇത് ഒരു കമ്പൈൻ ചെയ്ത യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ. കാരണം ബാക്കി ഒരു ഇതാട്ടെ ഞാൻ ഓപ്പൺ ആക്കുന്നേ. അപ്പൊ ഇത് ഓപ്പൺ ആക്കുമ്പോ ഇങ്ങനെ ആയിരിക്കുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നത് എങ്ങനെയോ തപ്പിയപ്പോ കിട്ടി, ഒരെണ്ണം ബാക്കി ഉണ്ടാക്കി. കാരണം എനിക്കിത് ഓപ്പൺ ആക്കാത്ത, അപ്പൊ എനിക്കിത് ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ യൂസ് ചെയ്യാം ഫ്യൂച്ചറിൽ. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കണില്ല. പക്ഷെ അത് ഓപ്പൺ ആക്കുമ്പോ ഇങ്ങനെ ഇരിക്കുക. ഇതാണ് മെറ്റേണിറ്റി ഡിസ്പോസിബിൾ അണ്ടീസ്. ഓക്കെ, ഇതില് നമ്മുടെ റെഗുലർ പാഡ്, ഇത് എനിക്ക് പൊട്ടിക്കണ്ട. അപ്പം ഇതില് നമ്മുടെ സാധാ റെഗുലർ പാഡ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലർ പാഡ്സ് ഞാൻ ഇതിൽ ഒട്ടിക്കുമായിരുന്നു. എന്നിട്ട് ഇതിന്റെ മേളിൽ ഞാനൊരു ബ്ലാക്ക് കളർ അണ്ടർവേസ്, അത് ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക് കളർ അണ്ടർവേസ് ഞാൻ ഇതിന്റെ മേളിൽ ഇടുമായിരുന്നു. അപ്പം പാഡ്, ഡിസ്പോസിബിൾ അണ്ടീസ്, എന്നിട്ട് അതിന്റെ മേളിൽ ഞാൻ എൻ്റെ അണ്ടർവെയർ ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് ഒത്തിരി വരുമല്ലേ, നമുക്ക് അറിയത്തില്ലല്ലോ എന്തോരോ. നമുക്ക് ആ സമയത്ത് എല്ലാം കൂടി ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ നമുക്ക് ഇത്തിരിയും കൂടി വൃത്തി കൂടും. ആ വൃത്തിയുടെ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്കിത് ഇത്തിരിയും കൂടി അങ്ങനെ മെസ്സാവണുണ്ടായിരുന്നില്ല. അപ്പം ചിലപ്പോൾ എനിക്കൊരു ഹാഫ് ആൻ അവർ, ഒരു 20 minutes എനിക്ക് ചിലപ്പം എനിക്ക് ആ പാഡ് മാറ്റണം എന്നുള്ളൊരു ചിന്ത വരും. അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം ചെന്ന് അതങ്ങ് പറിച്ചു കളഞ്ഞിട്ട് വേറെ പാഡ് ഒട്ടിച്ചാൽ മതി. അപ്പൊ ഇതിൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവത്തോലുമില്ല, അല്ലെങ്കിൽ ഇത്തിരി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതങ്ങോട്ട് കളയേണ്ട ആവശ്യമില്ല. ഡെമോൺസ്ട്രേഷന് വെച്ചതുകൊണ്ട് ഞാൻ ഇത് കീറി കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ ഇട്ടിട്ട് ഇത് നമുക്ക് കളയണ ഊരാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ അങ്ങനെ കീറരുത്, ജസ്റ്റ് ഇതിങ്ങനെ കീറി പോരും, ജസ്റ്റ് സൈഡും കീറി പോരും. അതേപോലെ തന്നെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, യു നോ വാട്ട് ഐ മീൻ. അപ്പൊ ഇങ്ങനെ കീറി പോരും, നമ്മളിങ്ങനെ വലിച്ചൂരുണ്ട്. അപ്പൊ അതങ്ങനെ കീറിയിട്ട് നമുക്ക് ബിന്നിലെടുത്ത് ഇടാം. ഓക്കെ, ഇത് എനിക്ക് റീഷൂട്ട് ഇല്ല, കാരണം ഇത് കീറിനെ എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറെ കാര്യങ്ങൾ നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ച് മേടിച്ചതുണ്ട്, അതൊന്നും എനിക്ക് യൂസ് ആയില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ എൻ്റെ കുറെ റിസർച്ച് ചെയ്തിട്ടും, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ സെയിം ടൈമിൽ തന്നെ, അവൾ ബ്രിസ്ബെയിനില്ല, സെയിം ടൈമിൽ തന്നെ പ്രഗ്നന്റ് ആയിരുന്നു എന്നെ പോലെ തന്നെ. എന്നിട്ട് അവൾ ഒരു 1.5 months എന്നെക്കാളും മുന്നേ പ്രസവിച്ചു. അപ്പൊ അവള് നോർമൽ ഡെലിവറി ആയിരുന്നു. എന്നിട്ട് അവൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അവൾക്ക് അവിടെ ഭയങ്കര സെൻസിറ്റീവും ടയറും സ്റ്റിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെന്താ വെച്ചാ, ഇത് വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇത്തിരി വീർത്ത് കഴിഞ്ഞ് നമ്മളിത് ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ ഐസ് പോലെ തണുക്കും. ഐസല്ല, പക്ഷെ ഐസ് പോലെ തണുക്കും. എന്നിട്ട് ഇത് ഇപ്പം നമ്മുടെ പാഡ് അപ്പൊ പാഡിന്റെ മേളിൽ ഇത് വെക്കും, അടിയിൽ നമ്മുടെ ഡിസ്പോസിബിൾ അണ്ടർവെയറും വന്നിട്ട് നമ്മൾ ഇതെങ്ങനെ സുമിയുടെ അവിടെ ഇങ്ങനെ ഇടും. അവള് പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തടി. ഞാൻ അവള് ആമസോണിൽ മേടിച്ചത്. അപ്പൊ ആമസോണിൽ ഇത് കാണും, മെഡിച്ചിൽ എന്നാണ് ഇതിന്റെ പേര്. ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കും. ലൂസ് പൈജാമാസ് ചിലവര് ഇപ്പം എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം മോമ, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചവരെല്ലാവരും ഈ ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ടോപ്പൊക്കെ ഇല്ലേ, ഇങ്ങനെ പൊക്കി നമ്മൾ ഫീഡ് ചെയ്യണത്, ഇതൊക്കെ യൂസ് ചെയ്യാനാണ് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഏത് നല്ലതാണോ കണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യും ഇത് പൊക്കിയിട്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചോ, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ശരിയാ, പൈജാമാസ് ആണ് നല്ലത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പൊക്കിയാൽ മതി. പൈജാമാസ് എന്നല്ല, എപ്പോഴും പാൻറ്റും ഒരു ലൂസ് ടോപ്പുമാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. എന്നിട്ട് പാൻറ് ഇടുന്നത് ബെല്ലി ബട്ടന്റെ മേളിൽ അങ്ങോട്ട് ഇട്ടിരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ C-section ആണെങ്കിലും, കാരണം ഞാൻ C-section കഴിഞ്ഞ ഒരാളാണ്. ആൻഡ് ഞാൻ പൈജാമാസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ത്രൂ ഔട്ട് ഇപ്പോഴും. അപ്പൊ ഞാൻ ഇതേപോലത്തെ ലൂസ്, ഇപ്പൊ നിങ്ങക്ക് എന്താ പറയാ, ഞാൻ ഇങ്ങനത്തെ
ഇങ്ങനത്തെയും യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺസ് ഉള്ളതും യൂസ് ചെയ്യാറുണ്ട്, ബട്ടൺസ് ഇല്ലാതെ ചുമ്മാ ഒന്നുമില്ലാതെ ഇതേപോലത്തെ പ്ലെയിൻ സിപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും മനസ്സിലായില്ലേ, അങ്ങനത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാവുമ്പോൾ ജസ്റ്റ് ഇത് ഈ ടോപ്പ് ഇങ്ങ് പൊക്കിയാൽ മതി. പിന്നെ ഇതേപോലത്തെ ലൂസ് പൈജാമാസും ആണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണെങ്കിലും വീട്ടിൽ വന്നാലും ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാണാവോ, ഇങ്ങനത്തെ ഒരു ലൂസ് പൈജാമ, ഐ മീൻ പാൻസ് ആൻഡ് ഷർട്ട് ഓർ ബട്ടൺ. ഇത് നല്ല മെറ്റീരിയലുമാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ല മെറ്റീരിയലൊക്കെ നമ്മുടെ മേത്ത് ആ സമയത്ത് ഇടുമ്പോഴേക്കും നമുക്ക് കുറച്ച് സുഖമായിരിക്കും. അപ്പം അത് കുറച്ച് 2-3 എണ്ണം നിങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റിയ നല്ലത്. അതിന്റെ ഇടയിൽ നിങ്ങൾ നൈറ്റിയോ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറയും. മറ്റേ സിപ്പുള്ള നൈറ്റി, അല്ലാത്ത നൈറ്റി എന്താണ് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ കിട്ടത്തുമില്ല, അമ്മോട്ട് കൊണ്ടുപോകുന്നുമില്ല. അപ്പം അമ്മ ചോദിച്ചതാണ് വേണോന്ന്. അപ്പൊ ഞാൻ പറയേ നൈറ്റിയോ വേണ്ട, എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ ആക്ച്വലി നൈറ്റി യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ നൈറ്റ് ഇട്ട് ശീലിക്കാത്തതുകൊണ്ട് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്നെ പോലത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അല്ലാത്തവരുണ്ടെങ്കിലും ദിസ് ഇസ് വെരി യൂസ്ഫുൾ. അപ്പോൾ മോയ്സ്ചറൈസർ, ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ ഇതാണ്, പാമേഴ്സ് കൊക്കോ ബട്ടർ ഫോർമുല വിത്ത് വൈറ്റമിൻ ഇ മസാജ് ഓയിൽ ഫോർ സ്ട്രെച്ച് മാർക്സ്. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഇത് യൂസ് ചെയ്തു. എന്നിട്ട് അത് മാത്രമല്ല, ആഫ്റ്റർ പ്രഗ്നൻസി ഞാനിത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്ക് ബേബിയുടെ ഇത് കാരണം നമ്മുടെ തിരക്കാരൻ നമ്മൾ മറന്നു മോയ്സ്ചറൈസ് ഒക്കെ ചെയ്യാൻ. പിന്നെ എല്ലാവരും വിചാരിച്ചാൽ നമ്മൾ എന്താ പറയാ, പ്രഗ്നൻസിയുടെ വലിയ ബെല്ലി വരുമ്പോൾ മാത്രം അത് മോയ്സ്ചറൈസ് ചെയ്താൽ മതി, അത് കഴിയുമ്പോൾ വേണ്ടെന്നില്ല, കണ്ടിന്യൂ ചെയ്യണം. അത് നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞാലും നമ്മൾ കുളിച്ചിറങ്ങുമ്പോഴേക്കും അത് അവിടെ വെക്കുക. എന്നിട്ട് അത് അപ്പൊ തന്നെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ തേച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക. അത് ഡ്രസ്സ് ഇടുമ്പോൾ പോയാലില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് തേച്ചെന്നായില്ലേ. ഇവിടെ പോയപ്പം ഹോസ്പിറ്റലില് പ്രഗ്നൻസി ഡെലിവറിക്ക് പോയപ്പോഴേക്കും ഞാൻ ഈ സോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു സമയം ഭയങ്കരമായിട്ട് തണുത്തെന്ന് കാലൊക്കെ ഇങ്ങനെ ഐസ് പോലെയായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ 14 മണിക്കൂർ ലേബറിൽ ഉണ്ടായ ആൾ. അപ്പൊ എനിക്ക് ചില സമയത്ത് ഭയങ്കര ചൂടെടുത്തു, ചില സമയത്ത് എനിക്ക് ഭയങ്കര കാലൊക്കെ ഇങ്ങനെ മരവിച്ചു. അപ്പൊ ഞാൻ ഇത് എന്റെ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോസി ഒരു സോക്സ് ആണ് ഇവിടെ വരെയുള്ള. ഇത് ഒരു നമുക്ക് ബാഗിൽ ചുമ്മാ എടുത്ത് വെക്കാം, യൂസ് വന്നാൽ യൂസ് ചെയ്യാം, യൂസ് വന്നില്ലെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ബൈ ആണിത്. സോക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പ്രഗ്നൻസി സമയത്ത് കാലില് ഭയങ്കര ക്രാംസ് വരുമായിരുന്നു, ഇങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു കാല്. ഞാൻ ഇങ്ങനെ ബെഡിലിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ബെഡിലിട്ട് ഇങ്ങനെ തിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആകും. മഗ്നീഷ്യം കുറഞ്ഞിട്ടാണെന്നൊക്കെ പറയണേ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയാനും സംസാരിക്കാനും ഞാൻ ആളല്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആയത് കംപ്രഷൻ സോക്സ്. ഞാൻ കുറേ തപ്പി, എനിക്ക് കാണുന്നില്ല എവിടെ ഇരിക്കണേന്നെ. ഒരു കംപ്രഷൻ സോക്സ് ആണ് എനിക്ക് യൂസ് ചെയ്തത്. അതൊന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ നോക്കാം, പറ്റിയാൽ ഞാനിവിടെ ഒരു ഇമേജ് കൊടുക്കാം. കംപ്രഷൻ സോക്സ് അതിങ്ങനെ ടൈറ്റ് ആയിട്ട് കാലിങ്ങനെ ടൈറ്റ് ആയിട്ട് വെക്കുന്ന ഒരു സോക്സ് ആണ്. കംപ്രസ് ആയിട്ടിരിക്കും നമ്മുടെ കാല്. അതിട്ട് എനിക്കിങ്ങനെ ആ തരിപ്പും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആകുമ്പോഴേക്കും രാത്രി ഞാൻ എത്ര പ്രാവശ്യമാണെന്ന് അറിയാം ആസിനെ വിളിച്ച് എണീപ്പിച്ചിട്ട്, ആസി കാല് തരിക്കണ്, സോക്സ് ഇട്ടാന്ന് പറയുമ്പോൾ ആസി അത് ഇട്ട് തരും. നമുക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റത്തില്ല, അത് വിത്ത് ബെല്ലി എന്തായാലും പറ്റത്തില്ല. പക്ഷെ അല്ലാതെയും ഭയങ്കര പാടാണ് അത് ഇടാനായിട്ട് ഒറ്റയ്ക്ക്. അപ്പൊ എനിക്ക് ആസിയായിരുന്നു ഇട്ട് തന്നോണ്ടിരുന്നത്. ഏത് പാതിരാത്രി വിളിച്ചു പറഞ്ഞാലും എനിക്ക് ആസി അതങ്ങനെ ഇട്ട് തരുമായിരുന്നു. അപ്പൊ കംപ്രഷൻ സോക്സ് നിങ്ങൾക്കും എന്നെ പോലെ കാലില് തരിപ്പും എല്ലാം, എനിക്ക് ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും നമുക്ക് അത് വരും. അത് മഗ്നീഷ്യം കുറഞ്ഞിട്ടാണെന്നാണ് എന്റെ റിസർച്ചിൽ എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ പക്ഷെ കംപ്രഷൻ സോക്സ് ഇടൂല. എല്ലാ ദിവസവും അല്ല, എല്ലാ രാത്രിയും വരത്തില്ല. ചില രാത്രികളിൽ എനിക്ക് ഇങ്ങനെ ഇതേപോലെ കാലിൽ തരിപ്പ് വരുമ്പോഴേക്കും ഞാൻ മഗ്നീഷ്യം ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത് തീർന്നു. അപ്പം ഞാൻ അത് എല്ലാ ദിവസവും മഗ്നീഷ്യം കഴിക്കത്തൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ മറന്നു പോവും, ചിലപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് കഴിക്കും. ചിലപ്പോൾ ഇതേപോലെ കാലിൽ തരിപ്പ് വരുമ്പോഴേക്കും ഞാൻ ഇതിന്ന് ഒരു 1-2 എടുത്ത് കഴിക്കുമ്പോഴേക്കും എനിക്ക് തരിപ്പ് പോയി ഞാൻ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സംതിങ് ടു ഡു വിത്ത് മഗ്നീഷ്യം. പക്ഷെ ഞാനിത് എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാലിൽ തരിപ്പുണ്ടെങ്കിൽ ആദ്യം കംപ്രഷൻ സോക്സ് ട്രൈ ചെയ്യുക. ഡോക്ടറോട് ചോദിച്ചിട്ട് മഗ്നീഷ്യത്തിന്റെ ആണ് എന്താണെന്ന് ചോദിച്ചിട്ട് ഇതും ഉപയോഗിക്കാം. ഞാൻ മറന്നു പോയി, എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഗ്രോയിൻ പെയിൻ ഭയങ്കരമായിട്ട് വന്നായിരുന്നു. ഭയങ്കര ഗ്രോയിൻ പെയിൻ എന്ന് പറഞ്ഞാൽ അൺസൈക്കബിൾ ആയിരുന്നു. എനിക്ക് എന്റെ കാല് കുത്താൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഗ്രോയിൻ പെയിൻ ആയിരുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു.
ഇങ്ങനെ മിന്നലടിക്കുന്ന പോലത്തെ വേദനയായിരുന്നു, ഇങ്ങനെ മിന്നി വേദന. അപ്പം ഞാൻ ഫിസിയോ എടുത്ത് പോയപ്പോഴേക്കും ആ ഫിസിയോ ചോദിച്ചാൽ നിന്റെ ഷൂ നീ എപ്പോഴും ഇതാണോ ഇടാറ്? അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ ഇടാറ്. എൻ്റെ ഒരു ഫ്ലാറ്റ് സ്നീക്കേഴ്സിന്റെ ഷൂ ആയിരുന്നു. ഇതാ ഇടായിരുന്നു പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു കെൻ യു ട്രൈ അതിലൊരു ആർച്ച് സപ്പോർട്ട്, ആ ആർച്ച് സപ്പോർട്ട് മാത്രം മേടിക്കാൻ കിട്ടും, അതൊന്ന് വെച്ചിട്ട് നീ നടന്ന് നോക്ക്, നിനക്ക് പെയിൻ എപ്പോഴും വരണുണ്ടോന്നൊന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഷൂ മേടിക്കാൻ പറഞ്ഞു. എന്റെ സ്നേഹമുള്ള ഹസ്ബൻഡ് എനിക്ക് ഷൂ ആണ് മേടിച്ചു തന്നത്. ആൻഡ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ സിസ്റ്ററിൻലോ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അവൾക്കും ഇതേപോലെ ഗ്രോയിൻ പെയിൻ വന്നപ്പോഴേക്കും ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്തത് ഷൂ മേടിക്കാനായിട്ട്. ഷീ യൂസ്ഡ് ഇറ്റ്. എന്നിട്ട് ഗ്രോയിൻ പെയിനിന് നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്കും ഗ്രോയിൻ പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഗ്രോയിൻ പെയിൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഷൂ മാറ്റി നോക്കാൻ പറ. എന്നിട്ട് ഫിസിയോന്റെ അടുത്തും പോവാൻ പറ, മാറിയില്ലെങ്കിൽ. അതേപോലെ തന്നെ എനിക്ക് ഉപകാരം ഒന്നും ഇല്ലാത്തതായിരുന്നു ഈ ഒരു പോസ്റ്റ് ബർത്ത് സ്പ്രേ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാവോ ഇതൊക്കെ എനിക്കറിയത്തില്ല. ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാവേ ഫോട്ടോ. പോസ്റ്റ് ബർത്ത് സ്പ്രേ. ഇതും ഇതേപോലെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ സ്പ്രേ ചെയ്യാനുള്ള സാധനമാണ്. ഇത് 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. എങ്ങനെയൊക്കെ സ്പ്രേ ചെയ്താലും ഇത് പോകും എന്നാണ് ഇവര് പറയണത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ C-സെക്ഷൻ ആയിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ മേടിച്ചത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിലൊന്നാണ് ഇത്. ഇതും വൺ ഓഫ് മൈ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ മേടിച്ച സാധനമാണ്. ഇത് അവിടെ നമ്മുടെ വെജനൽ ബർത്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടി സെൻസിറ്റീവും അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അത് സൂട്ട് ചെയ്യും. നെക്സ്റ്റ് കംസ് നിപ്പിൾ ബാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മാസീവായിട്ട് അവിടെ പൊട്ടുക, ക്രാക്ക്. എനിക്കറിയാം ഒത്തിരി എൻ്റെ ഫ്രണ്ട്സിന് അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന എനിക്ക് അൽക്ക ചേച്ചിയൊക്കെ എന്നോട് കുറെ പറഞ്ഞു തന്നിട്ട് എൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്, അങ്ങനെയാണ് ചോര വന്നിട്ട് ചോരയും മിൽക്കും കൂടി ആയിട്ടൊക്കെ ബേബി കുടിച്ചിട്ടുണ്ടായേ, അപ്പൊ നീ ഇതൊക്കെ മേടിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് മേടിച്ചു വെച്ചു. പക്ഷെ താങ്ക് ഗോഡ് എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് ക്രാക്കും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ വലിയൊരു മുറിച്ചല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ച പോട്ടെ എന്ന്. പക്ഷെ യെസ്, നിപ്പിൾ ബട്ടർ ഇത് നിങ്ങൾക്ക് വേണ്ട ബ്രാൻഡ് യൂസ് ചെയ്യാം. ഞാൻ മേടിച്ചത് ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്. ഇത് ഞാൻ ഇതേപോലെ തന്നെ ഒത്തിരി യൂട്യൂബ് വീഡിയോസും അല്ല ഇവിടെ ഉള്ളവരുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഇവിടെ നിന്ന് മേടിച്ചൊരു സാധനമാണ്. എർത്ത് മാമ ഓർഗാനിക് നിപ്പിൾ ബട്ടർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേക്കും എലിവിറ്റിന്റെ പ്രീനേറ്റൽ ക്യാപ്സ്യൂൾസ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കുന്നത് എലിവിറ്റിന്റെ ബ്രസ്റ്റ് ഫീഡിങ് ക്യാപ്സ്യൂൾസ് ആണ്. ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോന്ന്. ആയുർവേദം ഉണ്ടെന്ന് എനിക്കറിയാം, അങ്ങനെ ഒത്തിരി പേര് കഴിക്കണത് ഉണ്ടെന്ന് അറിയാം. എനിക്കതവിടെ കിട്ടാത്ത കാരണം ഞാൻ ആയുർവേദം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു സാധനം, ഇത് നമ്മുടെ അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒത്തിരി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഇത് ബേബിയുടെ ഡെവലപ്മെന്റിനും നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്കും വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു സാധനം. ഇത് നാട്ടില് ആമസോണിലോ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ മേടിക്കുക. കാരണം ഇത് യൂസ്ഫുൾ ആണ്. നമുക്കും വേണം, നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ യൂസ് ചെയ്യണം. ഇത് നമ്മൾ ഫുഡിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് എല്ലാ വൈറ്റമിൻസും എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊന്നും നമുക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റൂ. ഇതെന്തൊരുപാട് എല്ലാ ദിവസവും എല്ലാം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ ഇതേപോലത്തെയൊക്കെ എന്തെങ്കിലും എടുക്കുക. ആയുർവേദം കഴിക്കണമെങ്കിൽ ആയുർവേദം എടുക്കുക. ഇതൊന്നും കഴിച്ചാൽ വണ്ണം വെക്കില്ല കേട്ടോ. ആയുർവേദമൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കുന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് മിത്താണോ ഫാക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ ഫുഡായിട്ട് കഴിക്കാം, ഇങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പിന്നെ എപ്സം സോൾട്ട്. ഹോസ്പിറ്റലിൽ എന്തായാലും എനിക്കറിയാം നാട്ടിൽ ഒത്തിരി എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവരും പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഉഴിച്ചിലിനും എല്ലാത്തിനും പോകാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക്, അതോ എന്നെ പോലെ ഉള്ളവർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. പക്ഷെ നാട്ടിലുള്ളവർക്കും നിങ്ങളൊരു 5-6 ഡേയ്സ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിൽ, ചിലപ്പം 4 ഡേയ്സ്, അറ്റ്ലീസ്റ്റ് 4 ഡേയ്സ് ഒക്കെ ഉണ്ടാവില്ലേ. ഞാനൊക്കെ 2ാമത്തെ ദിവസം വീട്ടിൽ വന്ന ആളാട്ടോ, അതും C-സെക്ഷൻ കഴിഞ്ഞിട്ട്. ഇവിടുത്തെ ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ, നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് കോസിയാണ്, നമുക്ക് വീട്ടിൽ അങ്ങനെ ഹാപ്പിയാണ്, നമ്മുടെ വീട്ടിലാണ് നമ്മൾ സെക്യൂർ ആയിട്ട് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നിൽക്കാൻ പറ്റണേ, ആ മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മളെ പറഞ്ഞു വിടും.
സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റൽ ബെഡിൽ ഇരിക്കണ നഴ്സുമാർ വന്ന് കാര്യങ്ങൾ നോക്കണതായിരുന്നു ഇഷ്ടം. പക്ഷെ അവരെന്നെ 2ാമത്തെ ദിവസം പറഞ്ഞു വിട്ടെന്നുള്ളത്, അതും സി സെക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പം പറഞ്ഞു വന്നത്, നമുക്ക് ഈ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ സാധനം ഇതേപോലെ തന്നെ മാഗ്നീഷ്യം ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിട്ട് കുളിച്ചാൽ നമുക്ക് ബോഡിയുടെ ആ നീർക്കെട്ടും അതും ഇതൊക്കെ മാറും. എനിക്ക് നല്ല ഉപകാരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതിന് രണ്ടാമത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി എപ്പോഴും ഇതൊന്നിട്ടൊന്നല്ല ഞാൻ കുളിച്ചത്. പക്ഷെ ഇനീഷ്യൽ സമയത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് 1 മന്ത് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതേപോലെ ഒഴിച്ചിലും ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇത് ചൂടുവെള്ളത്തിലിട്ട് ഇതിട്ടാ കുളിച്ചോണ്ടിരുന്നേ. ഇത് ഉപ്പാണ്, മാഗ്നീഷ്യം. അപ്പം നീർക്കെട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ലൊരു ഗുഡ് ബൈ ആണ്. നിങ്ങൾക്ക് ഇപ്പം ഇത് മേടിച്ച് ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ നിന്നാണ് കുളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളം ചൂടാക്കിയിട്ട് ഇത് ഇട്ട് കുളിക്കാം. ഹോട്ട് വാട്ടർ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഹോട്ട് വാട്ടറിൽ ഇതിട്ട് നിങ്ങൾക്ക് കുളിക്കാം. അപ്പം ദിസ് ഈസ് എ ഗുഡ് ബൈ. മേടിച്ച് ബാഗ് വെച്ചോ. വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഒഴിച്ചിലൊക്കെ 1-2 ആഴ്ച ഒക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസം 2 മാസം അല്ലെങ്കിൽ വല്ലപ്പോഴും നമുക്കൊന്നൊരു ക്ഷീണം ബോഡിക്ക് ഒരു ഇത് തോന്നി കഴിഞ്ഞ് ഇതൊക്കെ ഇട്ട് കുളിച്ചാൽ നല്ലതാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് വീറ്റ് ബാഗ്. ഓസ്ട്രേലിയയിൽ ആരെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വീറ്റ് ബാഗ് അലൗഡ് ആണോ എന്ന് ചോദിച്ചിട്ട് യൂസ് ചെയ്യുക, കൊണ്ടുപോകുക ഹോസ്പിറ്റൽ ബാഗിൽ. എൻ്റെ ഹോസ്പിറ്റലിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീറ്റ് ബാഗ്സ് ആർ നോട്ട് അലൗഡ് എന്ന്. അപ്പൊ എനിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഈ വീറ്റ് ബാഗ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത്. ഈ ബാക്ക് പെയിൻ വരുമ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് ഇത് മൈക്രോവേവ് ചെയ്യുമ്പോൾ ഇത് ചൂടാവും. ഇത് ചൂടാകുമ്പോൾ നമുക്കിത് നമ്മുടെ ലോവർ ബാക്കിലോ നമുക്ക് കാലിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചൂട് വെക്കാം. നമുക്ക് ചൂട് കിട്ടുമ്പോൾ നല്ല സുഖമാണ്. ഞാൻ പീരിയഡ്സിന്റെ സമയത്തും ഇത് വയറിൽ ഇങ്ങനെ വെക്കുമായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആകുമ്പോൾ ഡയറക്റ്റ് വയറിൽ ചൂടടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് വയറിൽ വെക്കൂലായിരുന്നു. പക്ഷെ നമുക്ക് ബാക്കില് കഴുത്തില് എല്ലായിടത്തും വെക്കാം. ഇങ്ങനെ ഞാൻ എൻ്റെ മറ്റേ ബാക്ക് ബോണിൽ ഇങ്ങനെ വെക്കുമായിരുന്നു, നടുവിനൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വേനിക്കുമ്പോൾ വെക്കാറുണ്ട്. സോ നാട്ടിലുള്ളവർക്ക് വീറ്റ് ബാഗോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകുക. കാരണം ലേബറിന്റെ സമയത്ത് ഹസ്ബൻഡോ പേരൻസോ ആരെങ്കിലും കൊണ്ട് നമുക്കിത് നമ്മുടെ ബാക്കിലോ കഴുത്തിലോ കയ്യിലോ ഒക്കെ വെച്ച് തരാം. ചൂടൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഇത്തിരി സുഖമായിരിക്കും. അപ്പൊ ഇതൊരു എന്താ പറയാ, ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹോസ്പിറ്റൽ ബാഗ്. നല്ലതാ. സ്കിൻ കെയറും നിങ്ങളുടെ കോസ്മെറ്റിക് ഒക്കെ എടുക്കുമ്പോഴേക്കും ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദി ലിപ് ബാം. ഞാനിത് ചാപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല. ചാപ്സ്റ്റിക്കിന്റെ കവറിൽ അവർ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പ്രഗ്നൻസി ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ ഞാൻ ലിപ് ബാമിനെ പറ്റി മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി വെച്ചത്. ഞാൻ യൂസ് ചെയ്ത് ബി വാക്സിന്റെ ഏതൊരു ഇപ്പൊ ഞാൻ മറന്നു കേട്ടോ, എൻ്റെ ഇല്ല അത്. ബി വാക്സിന്റെ ഒരു ലിപ് ബാമ യൂസ് ചെയ്തിരുന്നു. ഇത്തിരി കളറും ഉണ്ടായിരുന്നു അതിന്. പക്ഷെ അത് ഭയങ്കര നാച്ചുറൽ ആണ്, ബീട്രൂട്ടോ അങ്ങനെ എന്തൊക്കെയോ. ആ സംസാരിച്ചിരിക്കുന്ന എല്ലാ പ്രഗ്നൻസി കഴിഞ്ഞവരും പ്രഗ്നന്റ് ലേഡീസും എല്ലാവരും ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ വാട്ടർ ബോട്ടിൽ. യെസ്, മറന്നുപോയേനെ ഞാനിപ്പോ. വാട്ടർ ബോട്ടിൽ ഇത് ഭയങ്കര മസ്റ്റാണ്. പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ എപ്പോഴും ഒരു പ്രഗ്നന്റ് ലേഡിയിൽ വേണം. പ്രഗ്നന്റ് അല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ വേണം. കാരണം വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ യു. ഓക്കെ, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആകും. നമുക്ക് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ വെള്ളം ഒത്തിരി കുടിക്കണം. പിന്നെ ഈ വെള്ളം കുടിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോഴും നമുക്ക് ദാഹം കൂടും. നമ്മുടെ തൊണ്ട വരലും നമ്മുടെ ചുണ്ട് വരലും അതിനൊക്കെ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിക്കുക. എന്റെ പ്രഗ്നൻസി ലെഗിൻസ്, ഞാൻ പ്രഗ്നൻസി ലെഗിൻസ് യൂസ് ചെയ്ത ആളാണ്. ഞാൻ ഫോട്ടോ കൂടെ കൊടുക്കാം, എന്റെ തന്നെ ഒരു ഫോട്ടോ കൊടുക്കാം. പ്രഗ്നൻസി ലെഗിൻസ് ആയിരുന്നു ഞാൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പ്രഗ്നൻസി ലെഗിൻസ് എപ്പോഴും. എനിക്ക് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിലൊരു കുഞ്ഞു പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിലായിരുന്നു ഞാൻ എൻ്റെ ലേബറിന്റെ സമയത്തും അല്ലാത്തപ്പോഴൊക്കെ, ലേബറിന്റെ സമയത്തല്ല, ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാനിത് പോക്കറ്റിൽ ഇട്ടിരുന്നു. എനിക്കൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ ഡ്രസ്സ് ഇട്ടത്. പക്ഷെ എനിക്ക് ഏത് ഡ്രസ്സ് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾക്കും കിട്ടും. ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത് കണ്ടോ. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ്ങിന് എളുപ്പമാ. ഇതിങ്ങനെ ഒരു ഡ്രസ്സോ കണ്ടോ. അപ്പൊ ഇതിങ്ങനെ സ്ട്രെച്ചബിളാ. അപ്പൊ നമുക്ക് ഫീഡ് ചെയ്യാം.
ഇതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കാം. ഇതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ താത്തി കൊടുക്കണം. നമ്മളിങ്ങനെ താത്തി കൊടുക്കുമ്പോൾ ഈ സാധനം മൊത്തം നമ്മൾ വെളിയിൽ എടുത്തിടണം. അപ്പൊ ഈ പുറത്തൊക്കെ പോകുമ്പോഴേക്കും ചെയ്യാൻ അത് ഇത്തിരി എനിക്ക് അൺകംഫർട്ടബിൾ ആണ്. അപ്പോഴാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ നഴ്സിംഗ് കവർ. ഇതില്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ ഇത് ഇപ്പോഴും യൂസ് ചെയ്യും. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ എന്ത് ചെയ്താലും നിങ്ങൾ കാണൂല, സൈഡിൽ നിന്നും കാണൂല, എവിടെ നിന്നും കാണൂല. കണ്ടോ കണ്ടോ, ഇതൊക്കെയാണ് നിങ്ങൾ മേടിക്കേണ്ടത്. ഇതൊക്കെ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നെ തിരിച്ചു വന്നിട്ട് നന്ദി പറയും ഈ സാധനമൊക്കെ മേടിച്ചു കഴിയുമ്പോഴേക്കും. അത്ര നല്ല, അത്ര ഉപകാരമായിരുന്നു എനിക്ക്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യം. എനിക്ക് 2 എണ്ണം ഉണ്ട്. ഞാൻ 2 എണ്ണം മേടിച്ചുള്ളൂ. 2 എണ്ണൊക്കെ മതി. ഈ ഒരെണ്ണവും പിന്നെ ഇതാണ് എന്റെ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്. കാരണം എന്താ വെച്ചാ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മറ്റേത് ഇട്ട് കഴിയുമ്പോൾ കാണിച്ചു അറിയാൻ പറ്റും. ഇതിട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഒന്നും കാണത്തില്ല. ഉണ്ടോ, ഇത്രയും ഫുൾ കവേർഡാണ്. പക്ഷേ ഇത് ഞാൻ അല്ലാതെ മേടിച്ചതാണ്. പക്ഷെ ഇതെനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഇത് ഇത്രയും കൂടി പ്രിറ്റിയാണ്, ഫാഷനബിൾ ആണ്. അപ്പൊ ഈ സൈഡ് കൊടുക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ട് തിരിച്ചിടണം. ഉണ്ടോ, അപ്പൊ ഇവിടെ കാണത്തില്ല, ഇങ്ങോട്ട് തിരിച്ചിടണം. അപ്പൊ ഈ സൈഡ് പക്ഷെ ഇങ്ങനെ ഇത്തിരി ഉള്ളൂ. നമ്മള് ബേബിയായിട്ട് പോകുമ്പം കൊച്ചലറി കരയുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും ഇട്ട് കൊടുക്കാന്നല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഈ സൈഡോ ആ സൈഡോ ഒന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്തേക്കണ കുറവാണ്. പക്ഷെ നമുക്ക് എന്താ പറയാ, ചില ആൾക്കാരെ എനിക്ക് ഇത് പ്രിറ്റി ആയിട്ടൊക്കെ കൊടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ വല്ല ഫാൻസി റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലൊക്കെ പോകണ എല്ലായിടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പയ്യെ ഫീഡ് ചെയ്യണ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. പക്ഷെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ഗൈസ്, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് മീ എ ലൈക്ക്, കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻസ് എന്നിട്ട് പറയാ ഞാൻ അടുത്തത് എന്ത് വീഡിയോ ചെയ്യണം എന്ന്. 7, 3, 10 ലൈക്കാണ് എനിക്ക് കിട്ടണേ. പിന്നെ 2 കമൻറ്റും, അമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻഡും. അപ്പം നിങ്ങൾ എനിക്ക് ആകെ 100 സബ്സ്ക്രൈബേഴ്സ് എന്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്തിട്ട് അശ്വതി ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ അത് ചെയ്യണതായിരിക്കും നെക്സ്റ്റ് വീഡിയോ. ഞാൻ എല്ലാ ആഴ്ചയും വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണെന്നത്. മിക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഒരു സൺഡേ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. അതുകൊണ്ട് ആസി ഉണ്ട്. അപ്പം ആസിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടാണ് ഇത് ഞാൻ മൊത്തം ചെയ്തത്. ഐ എം സോ താങ്ക്ഫുൾ. ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഉള്ളത്, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ക്ഷീണിച്ചു ഞാൻ. ബൈ. നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സിനോട് ഹായ് പറഞ്ഞു. ഹായ്. അവർക്കൊരു കിസ് കൊടുത്തേ. കിസ്. ഓ കണ്ട, നിങ്ങൾ കണ്ട തന്നെ.